ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരം ഇന്നാണ് കളിക്കുന്നത്. എതിരാളികൾ മുംബൈ സിറ്റി FC ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിലെങ്കിലും വിജയം സ്വന്തമാക്കേണ്ടതുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ മുഹമ്മദ് അജ്സൽ ഇന്നത്തെ സ്ക്വാഡിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സമീപകാലത്ത് മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് അജ്സൽ. അദ്ദേഹം ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം നടത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്താൻ സാധിക്കാത്ത താരമാണ് അജ്സൽ. റിസർവ് ടീമിന് വേണ്ടിയാണ് അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഏതായാലും തന്റെ അരങ്ങേറ്റത്തെക്കുറിച്ച് 24 ന്യൂസിനോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ അരങ്ങേറ്റം നടത്താൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അജ്സൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ അജ്സൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ പകരക്കാരന്റെ വേഷത്തിലൊക്കെ അജ്സലിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും താരം കേരള ബ്ലാസ്റ്റേഴ്സിലും തന്റെ മികവ് തുടരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഡേവിഡ് കാറ്റല ഈ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാറ്റല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: താരങ്ങൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ മത്സരം കൂടുന്തോറും നമ്മൾ പുരോഗതി കൈവരിച്ചു വരും. ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കേണ്ടതുണ്ട്. മുംബൈ സിറ്റി ആദ്യ മത്സരത്തിൽ ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തിയിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു മുംബൈ സിറ്റി ആ മത്സരത്തിൽ വിജയിച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.